നമ്മളിപ്പോൾ വാലന്റൈൻസ് ഡേ ആണ് ഇന്ന്. നമ്മൾ കുട്ടീനെ കാണാൻ വേണ്ടി പോയിന്ന്. രാത്രിക്ക് നമ്മൾ പോകുന്നത് കാണാൻ. അറിയില്ല. ഓ ഇതും മേടിക്കണ്ടേ നമ്മൾ ലവിൻ്റെ ഇതന്നെ പക്ഷേ ഇഷ്ടപ്പെടോ? രാത്രിക്ക് പോയിട്ട് വയ്യ ചൊറയാകുമെന്ന് അറിയില്ല. ഇത് കാണിച്ച് ഇഷ്ടപ്പെട്ടു. അതെ മേടിക്കുക എന്തെങ്കിലും ഒരു കുറച്ച് സ്വീറ്റ്സ്. നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ഇനി എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും മേടിക്കണം. ഞെട്ടണം അല്ലേ? ഇതിൻ്റെ തല മാത്രം 2-3 നാളെ അടാ. അപ്പോൾ അങ്ങനെ ഒടുവിൽ നമ്മൾ 2 മിൽക്കി ബാറാ ഇഷ്ടം തോന്നുന്നു പറഞ്ഞല്ലേ. മിൽക്കി ബാർ എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ തരുന്നുണ്ട് ഇപ്പോൾ. വാ ഹായ്. അപ്പോൾ രാത്രി നമ്മളിന്ന് വാലന്റൈൻസ് ഡേ ആണ്. ഫെബ്രുവരി 14 നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നാളെ ഇടുക. ഒരാളെ കാണാൻ വേണ്ടി പോയിന്ന്, ഒരു കുട്ടീനെ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി രാത്രിക്കാണ് പോകുന്നത്. ഒരു സർപ്രൈസ് വിസിറ്റാണ്. വാലന്റൈൻസ് ഡേക്ക് പൊതുവേ നമ്മൾ രാവിലെയാണ് പെൺകുട്ടികളെല്ലാം നമ്മൾ കാണാൻ വേണ്ടി പോക്ക്. ഇത് നമ്മൾ രാത്രിയാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പോക്ക് കേട്ടോ. സഞ്ജു വാലന്റൈൻസ് ഡേക്ക് പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? ഗിഫ്റ്റ് എന്തെങ്കിലും ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ ഭാഗ്യം ഉണ്ടാകട്ടെ അടുത്തേനെങ്കിലും. വിഷ്ണു സിംഗിൾ ആണെങ്കിലും ആരും കൊടുത്തൂടെ? വാലന്റൈൻസ് ഡേക്ക് ഞാൻ ഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ ഞാനും കൊടുത്തിട്ടില്ല ഇതുവരെ. വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അല്ലല്ല സത്യം, ഞാൻ ആരെയും കൊടുത്തിട്ടില്ല ഇതുവരെ. നോണ പറയേണ്ട ആവശ്യമില്ല. കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിരുന്നു. പൈസ അല്ല നമ്മളെ ഇതുവരെ നമുക്കൊന്നും പെണ്ണില്ലടാ. നമ്മള് വാലന്റൈൻസ് ഡേക്ക് ഒരു പെൺകുട്ടീനെ കാണാൻ വേണ്ടി പോയിന്ന്. കുട്ടി ക്യൂട്ട്. അപ്പോൾ നമ്മളിതാ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ ഉണ്ട്. ഇതാ നമ്മൾ കാണാൻ വന്ന വീഡിയോ നമ്മളെന്നാ പറഞ്ഞില്ല വാലന്റൈൻസ് ഡേക്ക് പെൺകുട്ടീനെ കാണാൻ വേണ്ടി വരുന്ന പറഞ്ഞില്ല. ഇതാണ് ശിശിരേച്ചി. പെൺകുട്ടി ഒരു ഹായ് പറഞ്ഞോട്ടെ. ഇവര് രണ്ടാളും ഇത് ഏച്ചി പെൺകുട്ടി. രണ്ടാളും ഒരേപോലത്തെ കുപ്പ. ഒരാൾ വേറെ വേറെ ആയാലും അടിയാവുന്ന ചോദിക്കൂല. രണ്ടാൾക്കും ഒരേപോലത്തെ വാങ്ങി. ഋത്വിക പാച്ചു അല്ലേ? അങ്ങനെയാണ്. നമുക്ക് ചാനലുണ്ട്. ചാനലിന്റെ പേര് നൈദൂസ്. അപ്പോൾ പിറന്നാള് ഓളപ്പോൾ പേര് ഭാവനെ നൈതിക. ആദിശ് അല്ലേ? ഇത് ദക്ഷ്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? UKG പഠിക്കുന്നത്. വിഷ്ണു. ഇത് വിഷ്ണു എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? നമ്മളങ്ങനെ പിറന്നാളിന് വന്നിട്ടാണേതാ ഭാവേന്റെ പിറന്നാളിന് വന്നിട്ടല്ലേ. ആര് ഭാവിയ പറഞ്ഞത് ചേച്ചിന്റെ നല്ല അഭിനയം? ഭാവി അങ്ങനെ ഇടക്ക് ഞാൻ അങ്ങനെ ഇടക്കൊക്കെ നുണ പറയാറുണ്ട് അല്ല. പക്ഷേങ്കിൽ പച്ചു അടിപൊളി അഭിനയമാണ്. അവളെ ഷോർട്സ് എല്ലാം കണ്ടാൽ മതി. ചാനൽ കയറി. ചാനലിന്റെ പേര് വേണ്ടി പറഞ്ഞോ? ആ അപ്പോൾ ആ ചാനലിൽ കയറിയിട്ട് നോക്കിയാൽ ഇവിടെ അഭിനയം കാണാം. ഷോർട്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നോക്കുക എന്നാ ഇവ പറയുന്നു വിചാരിച്ചിട്ട്. അത് പേട് പ്രൊമോഷനാണ്. ഒന്നും കൊണ്ടിട്ടില്ല. ഞാനൊക്കെ ചോദിക്കുമ്പോ പേടുതാ. ബാബു പറയ് അക്ഷേട്ടൻ കൊണ്ടിരുന്നത് പറയ്. ബാവേ പോണാറ് ഏച്ചിയാണത്. ചേട്ടൻ്റെ ഏട്ടൻ്റെ ഭാര്യ. പേര് ദീപ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നമ്മളെ അറിയാം. നമ്മളങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല നമ്മളന്ന് മക്കയെന്നാന്ന് കണ്ടല്ലേ. നമ്മള് അന്ന് മക്കയിൽ നമ്മള് മയിലുള്ളവരോ ഇവര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മക്കയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയല്ലേ നമ്മൾ ആദ്യമായിട്ട് കണ്ടേ ഫസ്റ്റ് മീറ്റ്. എത്തുമ്പോ പേര് അനിത ചേച്ചി.
അപ്പോൾ ഇത് ചേച്ചി ഇല്ലാതെ അനാമിക അവൾ അങ്ങോട്ടേക്ക് ഇതിലത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചു പോയിട്ട് അത് വെച്ച്. പിന്നെ നമുക്കിത് എടുത്തെടുത്തിട്ട് ശീലമായല്ലോ, വീഡിയോ എടുത്തെടുത്തിട്ട്. അപ്പോൾ നമുക്കിത് ഇതെല്ലാം പറയുന്ന നമുക്കിത് എടുത്തെടുത്ത് ശീലമായുണ്ട്. നമുക്കിപ്പോൾ എവിടെയും പോകുമ്പോൾ അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പം വീഡിയോയിൽ നമ്മളിങ്ങനെ എടുത്തിട്ട് വരുമ്പോൾ ഇപ്പൊ ശിശുരേച്ചന്നെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ വെക്കലില്ലേ, നിൽക്കുന്നതാണല്ലേ. അല്ലെങ്കിലല്ലേ വിളിച്ചു കഴിഞ്ഞാൽ എന്തല്ലോ എത്ര നേരം ഭർത്താവ് പറയുന്നറിയാം, വീഡിയോ കാണിക്കുമ്പോഴത്തേക്ക് ഒന്നും വിടുന്നില്ല. എന്തൊക്കെ പറയാം. ഓ അങ്ങനെ ചമ്മണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച് ആൾക്കാരെ, എൻ്റെ വീഡിയോ കുറച്ച് ആൾക്കാരെ കാണും, 1000 ആളെക്കാരെ കാണും. ഞാൻ എത്ര കഷ്ടപ്പെട്ട് എടുത്തിട്ടും കാര്യമില്ല. വിഷ്ണു, ഫസ്റ്റ് വ്യൂ വിഷ്ണു, പിന്നെ സഞ്ജു, നമ്മളെന്നെ കാണുക. സമയം എത്രയായി പറഞ്ഞിട്ടെ ബാബാ, വാച്ച് നോക്കിയിട്ട് സമയം പറയാറോ? 5 ഒരു ഗിഫ്റ്റ് ഇങ്ങനെ ഒരാൾ അൺബോക്സ് ചെയ്തത് ആദ്യമായിട്ട്. ഇത്രയും സിമ്പിളായിട്ട് പോയി. ചിലർ സ്കൂളിൽ ബിരിയാണിയും നമ്മൾ അംഗൻവാടിൻ്റെ ബിരിയാണി കൊടുക്കുന്ന കാര്യം പറഞ്ഞാലോ, ചിലർ സ്കൂളിൽ നിന്നല്ല, എല്ലാ സ്കൂളിലും അല്ലേ, എല്ലാ സ്കൂളിലും എല്ലാ അംഗൻവാടിയിലും ഒരു മാസത്തിൽ ഒരു ദിവസം ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം അല്ലേ അല്ലേ. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ പല ആൾക്കാർ പറയുന്നുണ്ട്, പിന്നെ നമ്മൾ ഈ ജയിലിലെല്ലാം ഇതെല്ലാം കൊടുക്കുന്നില്ലേ, അപ്പോൾ അതേപോലെ തന്നെ ജയിലിൽ തടവുള്ളികൾക്ക് കൊടുക്കുന്ന പോലെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കണ്ടേ, കുട്ടികളെല്ലാം വളർന്നു വരുന്നേ. അപ്പോൾ ഗവൺമെൻറ് ഇത് വീഡിയോ ഗവൺമെൻറ് അതോറിറ്റി കാണുന്നു വിചാരിക്കാം നമുക്ക്. എന്നിട്ട് സ്കൂളുകളിലേക്ക് ഓരോ മാസത്തിൽ അതാ സ്കൂളിൽ പഠിക്കാൻ ആദ്യം അപ്പോൾ ബിരിയാണീൻ്റെ കാര്യം പറഞ്ഞ പാട്. ഏടാ ഇതാര് കുഞ്ഞായി പോയത് നെറ്റിക്കണ്ട, ഇതാണ് വീണ്ടും പൊട്ടിയതല്ലേ. എടുത്ത് മിച്ചന്നാ കുത്തക്ക കളിച്ചിട്ടാ അതെയാ. വിഷ്ണു ഫാൻസ് ചേലേരി ഘടകത്തിൻ്റെ സെൽഫി എടുക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ. നമ്മളെയൊന്നും ഫോട്ടോ എടുക്കൂലപ്പോ ആരും. അങ്ങനല്ല, ഇതാരാണ്? അല്ലേ അതന്നെ ചോദിക്കുന്നത്. ഹലോ വരച്ചിട്ടുണ്ട് ഒരു ബാബേന്റെ. ഈ ഫോട്ടോ ലക്ഷമല്ല, ഞാൻ പറയുന്നില്ല, ഈ ഫോട്ടോ വരച്ചിട്ടുണ്ട്. അടിപൊളി കേട്ടാ. ഇതാരാ വരച്ചിനി? കാർത്തികല്ലേ. അപ്പൊ കാർത്തികാട്ടിനോട് എൻ്റെ ഒരു ഫോട്ടോ വരച്ചു തരാൻ പറയാം, എൻ്റെ ഒരു ഫോട്ടോ വരച്ചു തരാൻ പറയാം. ബാബ കാര്യപ്പെട്ട തിരക്കിലാണ്. അപ്പോൾ നമ്മൾ ചോറുന്നായിരുന്നുണ്ട്. ശരിയേച്ചി സ്പെഷ്യൽ എന്നാണിത്? ബിരിയാണി, ബീഫ് ബിരിയാണി. അതെയാ ബിരിയാണി അല്ലേ. അപ്പോൾ ഇതെല്ലാം ആക്കിയിട്ട് എന്നോട് പറഞ്ഞ് നിങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ പിന്നെ തലേന്ന് വിളിച്ച് പറയണം, എന്ന് വെച്ചാൽ ഫുഡാക്കാൻ വേണ്ടി തലേന്ന് വിളിച്ച് പറയണം. അപ്പോൾ നമ്മൾ ചോറ് തിന്ന് അപ്പോഴത്തേക്ക് ഐസ്ക്രീം ഇനിയെന്നുള്ളേ അങ്ങനെ എന്തെല്ലോ ഐറ്റംസ് ഉണ്ട്. ഒരു ഫുഡിൻ്റെ മെയിനാണ് അത്. പേര് ഫുൾ പേര് റിജേഷ്, റിജുവാട്ടെന്ന് പറഞ്ഞിട്ട് റിജേഷ് പേരെന്നാ? റിജേഷ് കെ എം. നിന്റെ പേര് ഫുൾ നെയിം? എല്ലാവരും ഒക്കെ റിജേഷ് ഉണ്ട്. നമ്മൾ ബിരിയാണി കാര്യങ്ങളെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം വന്നു. ഇനി പായസം കൂടിയുണ്ട്. ഇവിടെ കിടന്നിട്ട് രാവിലെ പോകാനല്ലോ. അപ്പോൾ ഐസ്ക്രീം കൂടി കഴിച്ചു നോക്കട്ടെ. ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ബീഫ് ബിരിയാണി കഴിച്ചില്ല അല്ലേ. വെറുതെ അങ്ങനെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആദ്യം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തരില്ല. അപ്പോൾ ഐസ്ക്രീമും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ, അത് പറഞ്ഞേ. ഇനി ഐസ്ക്രീമിൻ്റെത് അപ്പോൾ നമ്മൾ ശിശിരേച്ചിൻ്റെ വീട്ടിൽ വന്നു. ശിശിരേച്ചിൻ്റെ ദേശാടിൻ്റെയും വീട്ടിൽ വന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചു, കേക്ക് മുറിച്ചു. ചിരിക്കലെന്നോ പറ. ഓ അതിനാ കാട്ടി ചിരിയാ. അപ്പോൾ നമുക്ക്
ചേച്ചി നമ്മള് കുറെ എത്ര ചാനൽ തുടങ്ങിയപ്പാട് തന്നെ വിളിച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വന്നല്ലേ വിളിച്ചത്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു. അപ്പൊ അങ്ങനെ എന്തോ ആണ് ആദ്യം ചോദിച്ചത്. അങ്ങനെ വിളിച്ചു, മെസ്സേജ് ഇട്ടു, അങ്ങനെ വിളിച്ചു. പിന്നെ നമുക്ക് ചില ആൾക്കാരെ സംസാരിക്കുമ്പോൾ നമ്മളെ അടുത്ത ആരോ നമുക്ക് തോന്നൂലേ, ബാവ ഒരു തരത്തിലും വിടില്ലാന്ന് പറഞ്ഞിട്ട് കാണാൻ മത്സരിക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് ചില ആൾക്കാർ വിളിച്ചല്ലേ, നമ്മള് ചില ആൾക്കാരുടെ നമ്പർ മാത്രമേ ഞാൻ സേവ് ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെയും നമ്പർ സേവ് ചെയ്യില്ല. പിന്നെ 2-3 പ്രാവശ്യമെല്ലാം വിളിച്ചിട്ട് അവർ സംശയങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ഇത് തോന്നൂല, ഡിസ്റ്റൻസ് ഇല്ലാണ്ട് നമ്മൾ അടുത്ത ആൾക്കാരെ പോലെ. എനിക്ക് നേരിട്ട് ചേച്ചിയില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ എങ്ങനെ ചേച്ചിമാരുടെ വിളിച്ച് ഞാൻ പെട്ടെന്ന് കമ്പനിയാണ് വെച്ചു. പിന്നെ ബാവേന്റെ പിറന്നാളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മളങ്ങനെ ആദ്യം ഫോണിൽ കുറെ പ്രാവശ്യം വിളിക്കുകയോ സംസാരിക്കുകയും ചെയ്ത് വയ്യ മക്കെന്നാണ് നമ്മൾ കണ്ടേ 2 ദിവസം മുമ്പ്. അപ്പൊ ബാവേന്റെ പിറന്നാൾ ഞാൻ ഷോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം എന്നാ ചെയ്യേണ്ട ഞാൻ പറഞ്ഞിരുന്നാ അല്ല നമ്മളെ റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ വീട്ടിലെല്ലാം ഇങ്ങനെ പരിപാടിക്കെല്ലാം വിളിച്ചാൽ പോകും, നമ്മളെ ഫ്രണ്ട്സിന്റെ അങ്ങനെയെല്ലാം പോകും. പക്ഷെ ഇങ്ങനെ നമ്മളെ വീഡിയോകളുടെ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ടിട്ട് വീഡിയോകളുടെ എല്ലാം നമ്മളെ ഒരു ബന്ധുക്കളെ പോലെ തന്നെ ആവുമെന്ന് പറയുമ്പോൾ അതെല്ലാം ഈ യൂട്യൂബിന്റെ ഈ വീഡിയോ കാണുന്നതിന്റെ ഒരു തന്നെയാണ്. അപ്പോ കുക്കുമണി എന്ന പേര്, ഈ ബാവന്റെ പേര് കുക്കുമണി എന്നാണ് കേട്ടാ. അപ്പൊ ബാവ ഒച്ചയാക്കി നമ്മൾ ബാവനെ അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടു വന്നില്ലോ, തട്ടിപ്പോട്ട് ബാടി ബാവ വിളിക്കുന്ന മൂത്ത വിളിക്കുന്ന. അപ്പോ നമ്മൾ കുറെ കാലമായി ഇങ്ങനെ ഒരു ഫാമിലിനെ കണ്ടിട്ടാ. ഇത്രയും നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കൂടി, അല്ല നമ്മൾ വന്ന് സംസാരിക്കുമ്പോൾ ഇത്രയും നമ്മളൊരു ബന്ധുക്കളെ പോലെ ഫീൽ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ വിഷ്ണു ഇനി ഈ ഭാഗത്തോട്ട് പോകണ്ട, അധികം ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്. അപ്പോ നമ്മളെ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിന്ന് നമ്മളെ ഹാപ്പി. അപ്പൊ നമ്മൾ ഇത് പൊത്തിക്കാം, നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും.